റഷ്യ എന്ന് പറയുന്ന രാജ്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം നമ്മൾ ഇസ്രായേലിൻ്റെ ഇറാൻ്റെ യുദ്ധം വന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ റഷ്യയിൽ ഇപ്പോൾ യുദ്ധം നടക്കുന്നുണ്ട്, നിങ്ങൾ വിശ്വസിക്കുക. കാരണം നമ്മൾ ഏകദേശം 5-6 ദിവസമായി ഞാൻ റഷ്യയിലേക്ക് വന്നിട്ട് ഈ ദിവസം ഒന്നും മര്യാദയ്ക്ക് നമുക്ക് GPS ഒന്നും കിട്ടൂല. ഒന്നാമത് ഈ സെൻട്രൽ എന്ന് പറഞ്ഞ ഈ സെൻറ്റർ ഉണ്ടല്ലോ, ഈ സ്ഥലത്ത് തീരെയും കിട്ടൂല. കാരണം ഇവർ ഈ കുറേ ഡ്രോൺ ആക്രമണങ്ങളിലും എന്താ പറയണ്ടേ ഫുള്ള് കൺട്രോൾ ചെയ്യുന്ന ഭാഗം ഇത്. പക്ഷേ ഉക്രൈനുമായിട്ട് യുദ്ധം നടക്കുന്ന ഒരു രാജ്യമാണെന്ന് ആരും വിശ്വസിക്കൂല. ജനങ്ങളെല്ലാം നോർമൽ ലൈഫാണ്, എല്ലാവരും നല്ലോണം പുറത്തു പോകുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് സെൻട്രൽ മോസ്കോ. മോസ്കോ എന്ന് പറയുന്ന ഒരു സ്ഥലം ആരംഭിക്കുന്നത് ഇവിടുന്നാട്ടോ. ഇതാണ് മോസ്കോ എന്ന് പറയുന്ന ഈ ഒരു ഭയങ്കര ചരിത്ര പ്രധാനമായ ഒരു സ്ഥലം ആരംഭിച്ച സ്ഥലം സെൻട്രൽ മോസ്കോ. അപ്പൊ ഇതാ ഈ മോസ്കോ സ്റ്റാർട്ട് ചെയ്ത സെൻട്രൽ നമ്മൾ കാണുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു മനസ്സിലൊരു ആഗ്രഹം പറ്റും ഇങ്ങനെ ഒരു കോയിൻ എറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹം സാധിക്കുന്ന പറയാം. നമുക്കൊന്ന് ഇട്ടോക്കിയാലോ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മോസ്കോന്റെ സെൻട്രൽ സ്ക്വയറിലാണ്. ഈ സ്ഥലത്താണ് മോസ്കോ എന്ന് പറഞ്ഞ അതിചരിത്രപരമായ സ്ഥലം ഉറവിയെടുത്തത്, അതായത് ഉടലെടുത്തത്. അപ്പോൾ ഈ കാണുന്നതാണ് ആ പോയിന്റ്. പിന്നെ ഇവിടെ നമ്മൾ എന്തെങ്കിലും ഒരു കോയിൻ ഇട്ടിട്ട് നമ്മൾ ഈ കാണുന്ന ഈ 4 കോർണർ ഇല്ലേ, ഈ 4 കോർണർ നമ്മൾ എന്താ പറയുക ലക്കി എന്ന് പറയുന്ന ലക്കി വിഷസ് നടക്കുന്നൊരു സംഭവമാണ്. അപ്പം നമ്മൾ ഈ ഒരു കോയിൻ എറിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഏത് സ്ഥലത്താണ് പോകുന്നത് അവിടെ നമുക്ക് എന്താ പറയുക നമ്മൾ എന്ത് ആഗ്രഹിച്ചാലും നടക്കും. നമുക്കൊന്ന് വെറുതെ ഇട്ടോക്കാം. സത്യം പറഞ്ഞാൽ അണുക്കിൽ ലക്കൊന്നും ചെയ്തിട്ട് ആളാവശ്യം, എന്നാൽ നമുക്ക് ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കാം. അപ്പം എൻ്റെ കയ്യിൽ ഇത് റഷ്യൻ കോയിൻ ഉണ്ട്. ഇത് 10 രൂപയാണ്, 10 രൂപേൻ്റെ റഷ്യൻ കോയിന്. നമുക്കൊന്ന് നോക്കാം. ഒരു ചൊല്ലില്ലേ, നാടോടുമ്പോൾ നെടുകെ ഓടണം. അപ്പം ചേരൻ തിന്ന നാട്ടിൽ ചേരൻ്റെ നടുക്ക് തിന്നാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഇടാൻ പോകുന്നതാണ്. ബിസ്മില്ലാ. എല്ലാം പുറത്താണ്, അതിന്റെ പുറത്താണ്. നമുക്ക് ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാം. എനിക്കിവിടെ ഒരു നിഷനെ കിട്ടിയിട്ടുണ്ട്. നിഷ നാട്ടിലെവിടെയാ? കോട്ടയം. അപ്പൊ നിഷ ഇവിടെ കുറെ കൊല്ലമായിട്ട് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മള് പിന്നെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് പിന്നെ നിഷന്റെ ഒരു ബ്രദർ എനിക്ക് മെസ്സേജ് അയച്ചു, നാജി റഷ്യയിൽ പോകുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു കസിൻ ഉണ്ട്, അവിടെ പോയി നിൽക്കണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇന്ന് നമ്മൾ കണ്ടുകൂട്ടി. അപ്പോൾ ഇന്നലെ നമ്മൾ കുറെ സ്ഥലത്ത് പോയി. പക്ഷെ ഇന്ന് ഞാൻ നിഷന്റെ കൂടെയാണ് ഈ സ്ഥലം ഫുള്ള് കറങ്ങുന്നത്. അപ്പൊ ഇനി കുറെ സ്ഥലങ്ങൾ ബാക്കിയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല കുറെ ആൾക്കാർ കോയിൻ ഇടുന്നുണ്ട്. പിന്നെ ഈ ഒരു നാട് നമുക്ക് എല്ലാവർക്കും അറിയാം, സോവിയറ്റ് യൂണിയൻ, അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ്, അങ്ങനെ പല വലിയ വലിയ ചരിത്രങ്ങൾ കൊടുക്കുന്ന ഒരു രാജ്യമാണ് റഷ്യ. അപ്പോൾ റഷ്യയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും നമുക്ക് കുറേ ആൾക്കാർ മെസ്സേജ് അയച്ച് നിങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റിൻ്റെ എന്തെങ്കിലും സംഭവം കണ്ടാൽ അത് എടുക്കണമെന്ന്. അപ്പോൾ ആളുകൾ വിചാരം എന്ന് പറഞ്ഞാൽ ഇവിടെ ലെനിനും അതുപോലെ തന്നെ സ്റ്റാലിനും എന്താണ് ഈ നാട്ടിൽ ഉണ്ടാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും എന്താ ഉണ്ടാക്കി അവരിവിടെ? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞാൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഭരണവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ചക്രവർത്തിമാരുടെ കാലഘട്ടമൊക്കെ കഴിഞ്ഞിട്ട് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആയ സമയത്ത് അവർ ശരിക്കും പറഞ്ഞാൽ ഈ നാട്ടിലുള്ള ജനങ്ങളില്ലേ, ജനങ്ങൾക്ക് വേണ്ടി നല്ലൊരു ഭരണം, അതായത് ജനങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ നമ്മുടെ നാട്ടിൽ ആരുണ്ടാക്കും എന്താ പറയണ്ടേ എല്ലാ രീതിയിലും, അതായത് ഒരുപാട് കമ്പനികൾ ഓപ്പൺ ചെയ്യുകയും എല്ലാ ജനങ്ങൾക്കും ഒരേപോലത്തെ നല്ലൊരു ലൈഫ് കൊടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് സ്വത്തും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ ആൾക്കാർക്ക് കൊടുത്ത അപ്പൊ സോവിയറ്റ് യൂണിയൻ ഭരിച്ചിട്ട് ഇവിടെ നശിച്ചിട്ടില്ല എന്നാണോ പറയുന്നത്? ഇല്ല. അപ്പൊ ഇന്നീ കാണുന്നതെല്ലാം അവരതാണോ? എന്ന് വെച്ചാൽ അവരാണ്. ഇപ്പൊ നിങ്ങൾ വന്ന വഴികൾ എങ്ങനെയുണ്ട്, വഴികൾ എങ്ങനെയുണ്ട്, ചില ബിൽഡിംഗ് എങ്ങനെയുണ്ട്, ഇതെല്ലാം ഈ ഒരു കാലത്ത് നശിച്ചു പോയതിനു ശേഷം ഇവര് ബിൽഡ് ചെയ്തിട്ടുണ്ട്. എത്ര പ്രാവശ്യം ഓരോ 30 വർഷം കൂടുമ്പോൾ റഷ്യയിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം 19th റെവല്യൂഷൻ സംഭവിച്ചു കഴിഞ്ഞിട്ട് പറ്റേ തീർന്നു പോയി. പക്ഷെ എന്നിട്ട് ഇപ്പം പുട്ടിൻ കയറിയ പിന്നെയാണ് ഇത്രയും ആക്കിയേക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ കാണുന്ന ഈ ബിൽഡിംഗ് എല്ലാം അവർക്ക് കമ്മ്യൂണിസത്തിന് മുമ്പിലുള്ളതാണോ അല്ലെങ്കിൽ അതിന് ശേഷമുള്ളതാണോ? മുമ്പിലുള്ള ഇത് മുഴുവൻ സ്ക്വയർ മുഴുവൻ അതിന് മുമ്പുള്ളതാണ്. ഓക്കെ, അതായത് പണ്ട് ഈ റഷ്യ എന്ന് പറഞ്ഞ സോവിയറ്റ് യൂണിയൻ വരുന്നതിന് മുന്നേ ഇവിടെ ഭരിച്ചിരുന്നത് പീറ്റർ എന്ന് പറഞ്ഞ ചക്രവർത്തിയാണ്, അലക്സാണ്ടർ. ഓക്കെ, അലക്സാണ്ടർ 2 ഉണ്ട്. ഇതിൽ ഏത് അലക്സാണ്ടർ നീ പറയുന്നത്? പീറ്റർ പീർവി, അലക്സാണ്ടർ പീർവി ഉണ്ട്. അല്ല, അലക്സാണ്ടർ 2 ഉണ്ടടാ. ഇപ്പം അലക്സാണ്ട്രിയ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഈജിപ്തിൽ. അലക്സാണ്ട്രിയ അല്ല, അലക്സാണ്ടർ അല്ല, അത് മനസ്സിലായി. 2 അലക്സാണ്ടർ ഉണ്ട്. ലോകം പിടിച്ചടക്കിയ അലക്സാണ്ടർ ചക്രവർത്തി ഉണ്ട്, അതല്ല. റഷ്യയിലെ അലക്സാണ്ടറെ കുറിച്ചാണ് നീ പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് സംശയം വേണ്ട. എല്ലാവരും വിചാരിക്കും ലോകം പിടിച്ചടക്കിയ അലക്സാണ്ടർ ചക്രവർത്തി, അതല്ല കേട്ടോ. അതായത് ഇവിടെ റഷ്യയിലെ അലക്സാണ്ട്രിയ എന്ന് പറഞ്ഞ അലക്സാണ്ടർ ചക്രവർത്തിനെ കുറിച്ച് അതിനെക്കുറിച്ച് അവർ പറയുന്നത്. അപ്പോൾ മോസ്കോ
ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ടിരിക്കേണ്ട രാജ്യങ്ങളിൽ ഒന്നാണ്. ഞാൻ ടർക്കി പോയ സമയത്ത് ടർക്കി എന്താ പറയുക, ടർക്കി കണ്ട സമയത്ത് ഞാൻ മനസ്സിലാക്കിയത് ടർക്കി ഒരിക്കലെങ്കിലും നമ്മൾ ലൈഫിൽ പോകണം. ജോർജിയ ഒന്നും പോകണം ഞാൻ പറയില്ല, കാരണം ജോർജിയ ജസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസ് ആണ്. പക്ഷേ കുറേ ഹിസ്റ്ററിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്തായാലും റഷ്യയിലും വരണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. വ്ളാഡിമിർ ഇലീച്ച് ഉലിയാനോവ് ലെനിൻ റഷ്യക്കാരനായ വിപ്ലവകാരിയും രാഷ്ട്രീയ ചിന്തകനുമായിരുന്നു ലെനിൻ. 1917 മുതൽ 1924 വരെ സോവിയറ്റ് റഷ്യയുടെ ആദ്യ ഗവൺമെന്റ് തലവനായി. 1922 മുതൽ മരണം വരെ സോവിയറ്റ് യൂണിയനായി അനുയോജ്യമായ സ്ഥാനത്ത് അദ്ദേഹം സേവനം നൽകി. ബോൾഷെവിക് പാർട്ടിയുടെ സ്ഥാപകനും നേതാവുമായ ലെനിൻ ഒക്ടോബർ വിപ്ലവത്തിന് നേതൃത്വം നൽകി. ലോകത്തിലെ ആദ്യ സോഷ്യലിസ്റ്റ് സംസ്ഥാനമായത് അങ്ങനെയായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് റഷ്യൻ സിവിൽ ഒരു പാർട്ടി ഭരണഘടന രൂപീകരിച്ചു. മാർക്സിസ്റ്റ് തത്വജ്ഞാനത്തിന്റെ പ്രതിഫലമായ അദ്ദേഹത്തിന്റെ സിദ്ധാന്ത വികസനങ്ങൾ ലെനിനിസം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഒക്ടോബർ വിപ്ലവം വഴി ഒരു സോഷ്യലിസ്റ്റ് ഭരണഘടന സ്ഥാപിച്ച അദ്ദേഹം ബോൾഷെവിക് പാർട്ടിയെ വഴികാട്ടിയായി മാറ്റി. തന്റെ ശാസ്ത്രവാദ നേതൃത്വം വഴി റഷ്യൻ സിവിൽ യുദ്ധത്തിൽ വിജയിച്ചവനും ഒരു പാർട്ടി ഭരണരീതി നടപ്പിലാക്കിയ ആളുമാണ് അദ്ദേഹം. മാർക്സിസ്റ്റിന്റെ തത്വങ്ങളെ അടിസ്ഥാനമാക്കി സാമൂഹ്യ വിവർത്തനത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ദൗത്യം വിപ്ലവ നേതൃത്വമായി മാറി. ഇന്ന് ഈ കാണുന്ന ലെനിൻ മ്യൂസിയത്തിൽ ചരിത്രങ്ങളെ സാക്ഷിയാക്കി അദ്ദേഹത്തിന്റെ ജീർണിക്കാത്ത ശരീരം ഇവിടെ വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ അകത്ത് കയറി ആർക്കും വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ അനുവാദമില്ല. അതുകൊണ്ട് തന്നെ അകത്ത് കയറിയിട്ടുമില്ല. നമ്മൾ ഈ വലതുഭാഗത്ത് കാണുന്നതാണ് മോസ്കോയിലെ സെൻട്രൽ ലെനിൻ മ്യൂസിയം. ആദ്യം ചെങ്കോട്ടിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഇത്. പിന്നെ വ്ളാഡിമിർ ലെനിന്റെ ജീവിതത്തിനും പിന്നെ അവരെ പൈതൃകത്തിനും അർപ്പിച്ച ഒരു പ്രധാന സ്ഥാപനമായിരുന്നു ഇത്. 1936 സ്ഥാപിതമായ ഈ ലെനിൻ മ്യൂസിയം 1936 ഈ ഒരു കോട്ട ഇവിടെ ഉണ്ടാകുന്നത്. അതിനുശേഷം 1970 ലെനിന്റെ 100ാമത്തെ ജന്മദിനത്തിന് വേണ്ടിയിട്ട് ഒരു പ്രധാനമായിട്ട് അവർ ഇത് പുനർനിർമ്മിച്ച്, അതായത് പുതുക്കി പണിത്. അതിനുശേഷം പിന്നെ അതിനുശേഷം കുറേ വികസനങ്ങൾക്ക് എന്താ പറയുക സാക്ഷിയായ ഒരു വലിയ ഒരു ബിൽഡിംഗ് ആണ്. ബിൽഡിംഗ് എന്ന് പറയാൻ പറ്റില്ല, ഒരു വലിയ ചരിത്ര പ്രധാനമായ സംഭവമാണ് നമ്മൾ മുമ്പിലുള്ളത്. പിന്നെ അതിനു വിധേയമായി പിന്നെ ഈ മ്യൂസിയത്തിന് VI ലെനിന എന്നും പറയുന്നുണ്ട് കേട്ടോ. ഈ മ്യൂസിയത്തിൽ എന്ന് വെച്ചാൽ 1936 2553 എക്സിബിറ്റുകളിൽ നിന്ന് 1959 6000 വർദ്ധിപ്പിച്ചെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയനിൽ സോഷ്യലിസത്തിന്റെ പിന്നെ കമ്മ്യൂണിസ്റ്റിന്റെ എല്ലാം നിർമ്മാണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് കൂടുതൽ വികസനം നടന്നു എന്നും പറയുന്നുണ്ട്. 1993 പ്രസിഡന്റ് ഉത്തരവ് പ്രകാരം മ്യൂസിയം അസ്തിത്വം അവസാനിപ്പിച്ചെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കാണുന്ന ബിൽഡിങ്ങിന്റെ ഉള്ളിലാണ് ലെനിന്റെ ബോഡി ഉള്ളത്. അപ്പോൾ ഇതാണ് ലെനിന്റെ മ്യൂസിയം. ഇതെന്ന് പറഞ്ഞാൽ മൂപ്പരെ ബോഡിയെല്ലാം ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഫുള്ളും റഷ്യൻ ഭാഷയിൽ അവിടെ എഴുതി വെച്ചത്. പിന്നെന്ന് വെച്ചാൽ നമ്മളെ കമ്മ്യൂണിസത്തിൻ്റെ അല്ലെങ്കിൽ പിന്നെ ഈ സോവിയറ്റിൻ്റെ ഏറ്റവും ചരിത്ര പ്രധാനമായ ഒരു സ്ഥലമാണ് മോസ്കോ. നമ്മളെല്ലാവരും വിചാരിക്കും കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന സംഭവം കേരളത്തിൽ മാത്രമുള്ളതല്ല, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് പല രാജ്യങ്ങളിലായിട്ട് കമ്മ്യൂണിസം എന്ന് പറയുന്ന ആ ഒരു പാർട്ടി ഉണ്ട്. അതുപോലെ തന്നെ ആ കമ്മ്യൂണിസ്റ്റ് ഭരിച്ച സ്ഥലമാണ് നമ്മളിപ്പോൾ കാണുന്ന മോസ്കോ. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എത്രത്തോളം ഈ നാട് മാറി, കുറേ വികസനങ്ങളും കാര്യങ്ങളും ഇന്നിവിടെ കാണുന്ന റോഡുകളും അതുപോലെ തന്നെ പല ബിൽഡിങ്ങുകളും കാര്യങ്ങളും എല്ലാം ഈ ലെനിൻ്റെ സമയത്ത് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ച സമയത്ത് ഉണ്ടായതാണ്. അതിനുശേഷം പുടിൻ വന്നിട്ട് കുറച്ചും കൂടി അതിനെ വികസനത്തിൽ ആക്കിയെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫ്രണ്ടിൽ കാണുന്നത് സെൻറ്റ് ബേസിൽ കാത്തഡ്രൽ ചർച്ചാണ്. ഈ ചർച്ച് ഏകദേശം കുറേ കൊല്ലം മുന്നേ ഇപ്പോൾ കുറച്ചായിട്ട് ഇപ്പോൾ അത് മ്യൂസിയം ആക്കിയിട്ട് അവർ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ളൊരു ചർച്ചാണ് ഇത്. ഇതും പിന്നെ റഷ്യയിലെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലുള്ള ചർച്ചുമാണ് ഈ റഷ്യയിലെ ഏറ്റവും പ്രധാനമായ രണ്ട് എന്താ പറയണ്ടേ ഭയങ്കര മനോഹരമായിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾ റഷ്യയിൽ വന്ന് ആൾക്കാരോട് കാണിക്കാൻ പറ്റിയ ചിഹ്നങ്ങൾ. അപ്പോൾ ഇതാണ് ലെനിൻ്റെ മ്യൂസിയം. ലെനിൻ്റെ ബോഡി ഇതിൻ്റെ ഉള്ളിലാണ് ഉള്ളത്.
അപ്പോൾ റഷ്യയിൽ വന്നു കഴിഞ്ഞാൽ കുറേ ആളുകൾ വന്നിട്ട് വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയായത്. റഷ്യയിൽ നമ്മളിതാ മോസ്കോയിൽ ഈ സെൻട്രൽ സ്ക്വയറിൽ വന്ന് ഈ കാണുന്ന ഇവിടെ ഒരു പരേഡ് നടക്കും. റഷ്യ എന്ന് പറയുന്ന രാജ്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം നമ്മൾ ഇസ്രായേലിൻ്റെ ഇറാൻ്റെ യുദ്ധം വന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ റഷ്യയിൽ ഇപ്പോൾ യുദ്ധം നടക്കുന്നുണ്ട്, നിങ്ങൾ വിശ്വസിക്കുക. കാരണം നമ്മൾ ഏകദേശം 5-6 ദിവസമായി ഞാൻ റഷ്യയിലേക്ക് വന്നിട്ട് ഈ ദിവസം ഒന്നും മര്യാദയ്ക്ക് നമുക്ക് GPS ഒന്നും കിട്ടൂല. ഒന്നാമത് ഈ സെൻട്രൽ എന്ന് പറഞ്ഞ ഈ സെൻറ്റർ ഉണ്ടല്ലോ, ഈ സ്ഥലത്ത് തീരെയും കിട്ടൂല. കാരണം ഇവർ ഈ കുറേ ഡ്രോൺ ആക്രമണങ്ങളിലും എന്താ പറയണ്ടേ ഫുള്ള് കൺട്രോൾ ചെയ്യുന്ന ഭാഗം ഇത്. പക്ഷേ ഉക്രൈനുമായിട്ട് യുദ്ധം നടക്കുന്ന ഒരു രാജ്യമാണെന്ന് ആരും വിശ്വസിക്കൂല. ജനങ്ങളെല്ലാം നോർമൽ ലൈഫാണ്, എല്ലാവരും നല്ലോണം പുറത്ത് പോകുന്നുണ്ട്, ഫുഡ് കഴിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നത്. അതേസമയം ഇറാൻ്റെയും ഇസ്രായേൽ യുദ്ധത്തിൻ്റെ സമയത്ത് എല്ലായിടത്തും മിസൈൽ വീഴലും ആളുകൾ മരിക്കലും. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും, എല്ലാം ഉള്ളിലോട്ട് ഭയങ്കര സൈലൻ്റ് ആയിട്ടാണ് ഇവർ ഡ്രോൺ ആക്രമണങ്ങളും കാര്യങ്ങളിൽ നടക്കുന്നത്. അതായത് ജീവിക്കുന്ന ഇവിടെയുള്ള സ്വദേശികൾക്ക്, ഇവിടുത്തെ സിറ്റിസണിന് യുദ്ധം എന്ന് പറയുന്നൊരു സംഭവം എന്താണെന്ന് പോലും ഇവർക്ക് അനുഭവിപ്പിക്കാത്ത രീതിയിലാണ് ഇവിടെ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ റഷ്യ നമ്മൾ എന്തായാലും ഹാറ്റ്സ് ഓഫ് ചെയ്യേണ്ടതാണ്. കാരണം സ്വന്തം രാജ്യത്തെ ജനങ്ങളെ അറിയിക്കാത്ത രീതിയിൽ എല്ലാവരെയും മര്യാദയ്ക്ക് കൊണ്ടുപോകുന്ന ഒരു രീതിയിലാണ് ഇവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് യുദ്ധം നടക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാണെങ്കിൽ നമ്മളെപ്പോലെ പുറത്തുനിന്ന് യാത്ര ചെയ്ത് വന്ന ആൾക്കാർക്കാണ് മാപ്പ് കിട്ടാണ്ടിരിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുളത്തിലും തിരിയുമ്പോഴാണ് ഇവിടെ എന്തോ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാവാം. കാരണം ഇന്നലെ നമ്മൾ മാപ്പില്ലാണ്ട് ഞാൻ കുറേ ഡ്രൈവ് ചെയ്തിട്ട് വേറെ ഏതോ ഒരു മൂലക്ക് എത്തിയപ്പോൾ അടുത്ത ആളെന്നോട് പറഞ്ഞു വെച്ചാൽ, നിങ്ങൾക്കിത് കിട്ടാത്തത് ഇവിടെ ഡ്രോൺ ആക്രമണം നടക്കുന്നുണ്ടോ, ഇപ്പോഴും നടന്നുകൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ കുറേ വീടുകളിൽ കേന്ദ്രീകരിച്ചിട്ട് ഇവിടുത്തെ എന്താ പറയുക സിറ്റിസൺസ് ഉണ്ടല്ലോ, അവരെ വീടുകളിലും അവരും ഈ പറയുന്ന ഡ്രോൺ അറ്റാക്കിൽ അവരും കൺട്രോൾ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. എങ്ങനെയാണെങ്കിലും റോഡുമ്പോൾ കാണുന്ന ആൾക്കാരെ കൊണ്ട് നമ്മൾ ഫോട്ടോ എടുപ്പിക്കാം. ഇഷ്ടംപോലെ ആൾക്കാർ കിട്ടും ഫോട്ടോ. റഷ്യയിലെ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അനൗൺസ് ചെയ്യുന്നത്, അതായത് ഗൈഡുകൾ, അതുപോലെ തന്നെ ഇവിടുത്തെ ബസ് സർവീസ് കാര്യങ്ങളെല്ലാം ഇവർ അനൗൺസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആൾക്കാർക്ക് വേണ്ടത് അവർ അതിൽ പോയിട്ട് ബുക്ക് ചെയ്തിട്ട് അവരെ സർവീസ് എടുക്കുന്ന. നമ്മൾ ഏകദേശം അപ്പോൾ ഇതാണ് രണ്ടാം ലോക മഹായുദ്ധം. 1941 മുതൽ 1945 വരെയായിരുന്നു ആ യുദ്ധം ഉണ്ടായത്. 4 വർഷക്കാലത്തെ യുദ്ധേനു. അപ്പോൾ അതിൽ മരണപ്പെട്ട റഷ്യൻ സോൾജേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ബഹുമാനമാണ്, ഒരു സ്മാരകം, അവരെ ഓർമ്മിക്കുന്ന ഒരു സ്മാരകമാണ് നമ്മൾ മുമ്പിൽ കാണുന്നത്. പിന്നെ ഇവിടെ ഫുള്ള് ഇവരെ ഭാഷയിലാണ് എഴുതി വെച്ചത്. അപ്പം നമുക്കിത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കാം. പിന്നെ എൻ്റെ യാത്രയിൽ അധികവും ഞാൻ എൻ്റെ ഓൾ ഇന്ത്യ ട്രിപ്പിൻ്റെ ആ ഒരു സീരീസ് എടുത്ത് നോക്കിയാൽ എല്ലാവർക്കും അറിയാം, കുറേ ഹിസ്റ്ററിയാണ്. ഝാൻസി റാണിൻ്റെ കോട്ടയാണെങ്കിൽ ശരി, അതുപോലെ തന്നെ മുഗളന്മാരുടെ ആണെങ്കിൽ ശരി, അതുപോലെ ഈ റഷ്യൻ്റെ ഞാൻ അധികവും വോയിസ് ഓവറിലാണ് വീഡിയോ ചെയ്യാൻ. അപ്പോൾ വോയിസ് ഓവർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ റഷ്യൻ്റെ ചരിത്രങ്ങൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ഒരു വോയിസ് ഓവർ ആയിട്ട് ഞാൻ പറഞ്ഞു. കാരണം ഇത് കുറേ നമ്മൾ അറിഞ്ഞ് പഠിച്ചിട്ട് വേണം ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ. അപ്പോൾ റഷ്യൻ്റെ ഈ ട്രാവൽ സീരീസിൽ ഈ കാണുന്ന റെഡ് സ്ക്വയറും അതുപോലെ തന്നെ രണ്ടാം ലോക മഹായുദ്ധവും റഷ്യ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യവും ഇവിടുത്തെ ചരിത്രങ്ങളെല്ലാം ഈ ചാനലിലൂടെ എൻ്റെ വോയിസ് ഓവറിലൂടെ നിങ്ങൾക്ക് കേൾക്കാം. വെൽക്കം ടു ദ വേൾഡ്സ് ലാർജസ്റ്റ് കൺട്രി റഷ്യ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് മുഴുവനായിട്ടും റഷ്യ എന്ന് പറഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യവും പിന്നെ അതിലൂടെ ഈ രാജ്യത്തിൻ്റെ ഹിസ്റ്ററി നിങ്ങൾക്ക് കാണിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഞാൻ എൻ്റെ ഓൾ ഇന്ത്യ ട്രിപ്പിൽ മുഴുവൻ നിങ്ങൾ ആ ഒരു ട്രാവൽ സീരീസ് എടുത്ത് നോക്കിയാൽ റാണി ലക്ഷ്മിബായി ആണെങ്കിലും അതുപോലെ തന്നെ മുഗളന്മാരുടെതാണെങ്കിലും ഞാൻ ഒരുപാട് നമ്മളെ ഇന്ത്യയിലെ ഹിസ്റ്ററി കുറേ തപ്പി നടന്ന് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്ത ആളാണ്. അപ്പോൾ ആ ഒരു കോൺഫിഡൻറ്റിലാണ് ഞാൻ ഈ റഷ്യനെ കുറിച്ചിട്ടുള്ള വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ, ഇന്നത്തെ ഒരു എപ്പിസോഡിൽ മുഴുവനായിട്ടും റഷ്യയും ഇവിടെ നടന്ന രണ്ടാം ലോക മഹായുദ്ധവും അതുപോലെ തന്നെ എങ്ങനെ റഷ്യ മറ്റുള്ള രാജ്യങ്ങളിൽ വ്യത്യസ്തമായി നിൽക്കുന്നു എന്നുള്ള ഒരു വലിയ ഡോക്യുമെൻ്ററിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അധിക വീഡിയോസും അധിക ക്ലിപ്പുകളും വോയിസ് ഓവർ ആയിരിക്കും. അപ്പോൾ എൻ്റെ ഈ ചാനലിൽ ഹിസ്റ്ററി കാണാനും ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സെക്കൻഡ് വേൾഡ് വാർ അല്ലെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധം 1939 മുതൽ 1945 വരെ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും തമ്മിലുള്ള ഒരു വലിയ യുദ്ധമായിരുന്നു. ലോകമഹായുദ്ധം ചരിത്രത്തിലെ ഏറ്റവും മരണസംഖ്യയുള്ള യുദ്ധമാണിത്. 70 മില്യണിലധികം ആളുകളാണ് മരിച്ചത്. ഹോളോകോസ്റ്റ് ഉൾപ്പെടെയുള്ള ജാതി ഒതുക്കലുകളിലും കൂട്ടക്കൊലകളിലും പട്ടിണിയിലും രോഗങ്ങളിലും കോടികൾ മരണമടഞ്ഞു. സഖ്യകക്ഷികളുടെ വിജയം വന്നതോടെ ജർമ്മനി, ഓസ്ട്രിയ, ജപ്പാൻ, കൊറിയ എന്നിവയെ അധിനിവേശം ചെയ്തു. ജർമ്മൻ ജപ്പാനീസ് നേതാക്കളെ യുദ്ധക്കുറ്റങ്ങൾക്ക് വേണ്ടി വിചാരണ ചെയ്യുകയും ചെയ്തിരുന്നു.
സോവിയറ്റ് യൂണിയൻ 1941 ജൂണിൽ ജർമ്മനി സോവിയറ്റ് യൂണിയനിലേക്ക് വലിയ ആക്രമണമായ ഓപ്പറേഷൻ ബാർബറോസ ആരംഭിച്ചു. ഇത് യുദ്ധത്തിന്റെ ഒരു വലിയ തിരിച്ചുമാറ്റമായിരുന്നു. കിഴക്കൻ ഫ്രണ്ട് ചരിത്രത്തിലെ ഏറ്റവും വലിയതും ക്രൂരവുമായ യുദ്ധത്തിന് വേദിയായി. അതികഠിനമായ പോരാട്ടങ്ങൾക്കും ഇരുവിഭാഗവും നടത്തിയ ഭീകരതകൾക്കും സാക്ഷ്യം വഹിച്ചു. നാസി വംശീയതയും ജീവിക്കാനുള്ള ഇടം എന്ന ആഗ്രഹവുമാണ് ജർമ്മൻ സൈന്യത്തെ വിശാലമായ സോവിയറ്റ് പ്രദേശം കീഴടക്കാൻ പ്രേരിപ്പിച്ചത്. ജർമ്മൻ ആക്രമണത്തിനിടയിൽ സോവിയറ്റ് യൂണിയന് സൈനികരിലും ജനങ്ങളിലും അമിതമായ നഷ്ടങ്ങളുണ്ടായി. അന്നത്തെ പ്രസിഡന്റായിരുന്ന സ്റ്റാലിൻ്റെ കീഴിലായിരുന്നു യുദ്ധത്തിന്റെ എല്ലാ ആഹ്വാനങ്ങളും നടന്നത്. യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ പിന്മാറ്റങ്ങൾക്കൊടുവിലും സോവിയറ്റ് യൂണിയൻ ശക്തമായ പ്രതിരോധം നടത്തി ജർമ്മൻ മുന്നേറ്റത്തെ പിഴുതിലാക്കി. അതികഠിനമായ നഷ്ടം ജർമ്മൻ സൈന്യത്തിന് ഏൽപ്പിച്ചു. മോസ്കോയുടെ യുദ്ധവും സ്റ്റാലിൻഗ്രാഡിന്റെ യുദ്ധം പോലുള്ള പോരാട്ടങ്ങൾ സോവിയറ്റ് യൂണിയന്റെ പ്രതിരോധ ശേഷിയും അതിനുശേഷം ജർമ്മൻ സേനയെ തള്ളി നീക്കാനുള്ള ശേഷിയും തെളിയിച്ചു. അവസാനമായി സഖ്യസംഘത്തോടൊപ്പം സോവിയറ്റ് യൂണിയൻ ജർമ്മൻ അധീനതയിലായിരുന്ന ഭൂപ്രദേശങ്ങൾ മോചിപ്പിച്ചു. ബെർലിൻ കീഴടക്കി യുദ്ധവിജയത്തിൽ നിർണായക പങ്കുവഹിച്ചു. അന്ന് മരണപ്പെട്ട റഷ്യൻ പടപോരാളികളുടെ സ്മരണക്കായി ഇന്ന് മോസ്കോയിലെ റെഡ് സ്ക്വയറിൽ ഇതുപോലുള്ള മാർച്ച് നടക്കാറുണ്ട്. നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോ, മൂപ്പര് മുഴുവൻ വിയർക്കുന്നുണ്ട്. എന്നാൽ പോലും 3 മണിക്കൂർ കഴിയാണ്ട് ഇവരിവിടുന്ന് അനങ്ങൂല. ഇനിയിപ്പം ആ കാണുന്ന പോലീസ് വന്നിട്ട് അവരെ ക്ലീൻ ചെയ്ത് കൊടുക്കും മുഖമെല്ലാം. എന്താ നോക്കിയാലേ നമുക്കൊന്നും ഇങ്ങനെ ആവുമോ? എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഇന്ത്യക്കാർക്കൊന്നും ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന്. കാരണം ഇത് നോക്കിയാട്ടെ, ഇവർ ആ ഒരു ഒറ്റ സംഭവത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കാന്ന് പറഞ്ഞാൽ അത് ഈ കൊടും ചൂടത്ത് വെയിലെല്ലാം നോക്കിയാ തണുപ്പ് മഞ്ഞ് കാലത്തെല്ലാം അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണ് ഇവരിങ്ങനെ നിൽക്കട്ടെ. അതായത് ലോകം അവസാനിക്കുന്നവരെ ഇവരിങ്ങനെ തന്നെ ഈ ഒരു തീ കെടുകയില്ല. ഇവിടുത്തെ ഈ പോലീസുകാർ ആർമികൾ അന്ന് മരണപ്പെട്ട ഇവരെ ആർമീസിന് വേണ്ടിയിട്ട് ഇങ്ങനെ എന്താ പറയുക സ്മരണകൾ അർപ്പിച്ചുകൊണ്ടേയിരിക്കും. രണ്ടാം ലോക മഹായുദ്ധത്തിൽ റഷ്യയാണ് വിജയിച്ചത്. അപ്പോൾ ആ സമയത്ത് ജർമ്മനി ആയിട്ടുള്ള യുദ്ധത്തിൽ റഷ്യ ജയിച്ച സമയത്ത് ഒരുപാട് ഇവരെ ആർമീസ് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മരിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവരെ ഓർമ്മിച്ചുകൊണ്ട് അവർക്ക് ഒരു ബഹുമാനം കൊടുക്കുന്ന രീതിയിലാണ് ഈ കാണുന്ന മാർച്ച് ഇവിടെ നടക്കുന്നത്. ഈ മോസ്കോയിലെ റെഡ് സ്ക്വയറിൽ വന്നാൽ 3 പ്രാവശ്യമായിട്ട് ഇവർ മാർച്ച് ചെയ്യും. അപ്പോൾ ഇവർ ഈ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഇവർ രണ്ടാളും അനങ്ങൂല. ഏകദേശം 3 മണിക്കൂർ ഇവരിങ്ങനെ നിൽക്കും. അതുപോലെ ആ കാണുന്ന തീ ഉണ്ടല്ലോ, ആ തീ അവരെ എന്താ പറയണ്ടേ ഓർമ്മക്കായിട്ട് സദാസമയം ഇങ്ങനെ അത് കത്തിക്കൊണ്ടേ ഇരിക്കുന്ന പറയുന്നത്. അതുപോലെ ഈ 2 ആളുകൾ ഇവിടുന്ന് അനങ്ങൂല. ഇവരെ ഈ ഒരു 3 മണിക്കൂറാണ് ഇവരെ ഡ്യൂട്ടി ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇത് കഴിയുന്നവരെ ഇവർ സ്റ്റക്ക് പോലെ ഉണ്ടാവാൻ. പിന്നെ ഇവരിങ്ങനെ മേക്കപ്പ് ഇങ്ങനെ വിയർത്തെല്ലാം വരുമ്പോൾ വേറൊരാൾ വന്നിട്ട് ഇവരെ കെയർ ചെയ്തിട്ട് പോവുക ചെയ്യുക. അപ്പോൾ ഈ മാർച്ചാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഇല്ല, നമ്മൾ പോയിട്ട് പിന്നെയും വരാം. ഒന്നുകൂടെ എത്ര മണിക്കാ ഈ ഒരു ഡ്യൂട്ടി ചെയ്യുന്നത്? ഇനിയിപ്പം ലോകം അവസാനിച്ചാലും ഈ കാണുന്ന തീ ഇങ്ങനെ അണയാതെ നിൽക്കുകയും ചെയ്യും. ഈ കാണുന്ന റഷ്യൻ ആർമി അവരെ മരണപ്പെട്ടു പോയ 2ാം ലോക മഹായുദ്ധത്തിൽ മരണപ്പെട്ടു പോയ റഷ്യൻ ആർമിക്ക് വേണ്ടി സ്മരണകൾ ഇങ്ങനെ അർപ്പിച്ചുകൊണ്ടേയിരിക്കും. USSR എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? റഷ്യന്റെ പഴയ പേരാണ് USSR. 1990 മുമ്പ് ഈ റഷ്യ എന്ന് പറയുന്ന രാജ്യം ഇന്നത്തെ ജോർജിയ, കസക്കിസ്ഥാൻ, തജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ അങ്ങനെ പല മധ്യേഷ്യൻ രാജ്യങ്ങളുമായിട്ട് മിക്സ് ആയിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് റഷ്യ. അത് കൂടാണ്ട് ആ രാജ്യത്തിന്റെ കൂടെ ചേർന്നാണ് ഈ പറഞ്ഞ രാജ്യങ്ങൾ. പിന്നെ 1990 കാലഘട്ടത്തിലാണ് ഈ രാജ്യങ്ങളെല്ലാം സ്പ്ലിറ്റായി പോയത്. ഇപ്പോഴത്തെ ഉക്രൈന് വരെ സ്പ്ലിറ്റായി പോയത്. പക്ഷേ യുക്രൈനുമായിട്ട് ഇപ്പോഴും റഷ്യക്ക് വാറുണ്ട്. അതുകൂടാണ്ട് പക്ഷെ ജോർജിയയും അതുപോലെ തന്നെ സ്പ്ലിറ്റായി പോയ രാജ്യമാണ്. അപ്പൊ എന്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു സ്റ്റാലിന്റെ കാലത്ത് അഗ്രികൾച്ചറും സ്പേസിന്റെ പ്രൊജക്ടിനെല്ലാം വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തൊരു ബിൽഡിംഗ് ആണ്. 1954 ഈ ബിൽഡിംഗ് ഉണ്ടാക്കുന്നത്. ഓക്കെ, സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി റഷ്യ എന്ന് പറഞ്ഞ ഈ വലിയ രാജ്യത്തിന് എന്ത് സംഭാവന കൊടുത്തു എന്നതിന് തെളിവാണ് എൻ്റെ ബാക്കിൽ കാണുന്ന വിദിൻഹ മോണുമെന്റ്. ഈ കാണുന്നത് ലെനിന്റെ സ്റ്റാച്ചു ആണ്. അതുപോലെ തന്നെ സ്റ്റാലിൻ്റെ സ്റ്റാച്ചു ഇതിൻ്റെ ബാക്കിലുണ്ട്. 1954 റഷ്യൻ്റെ
സ്പേസ് ഡെവലപ്മെന്റും അതുപോലെ തന്നെ അഗ്രികൾച്ചറിനും വേണ്ടിയാണ് ഈ ഒരു മോണുമെന്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്ന് നമ്മൾ കാണുന്ന ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായ റഷ്യ ഇന്ന് ഈ കാണുന്ന രീതിയിൽ എങ്ങനെ മാറി എന്നുള്ളതിന്റെ വലിയൊരു ചരിത്രത്തിലേക്ക് സ്വാഗതം. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം, അതുപോലെ തന്നെ ലോകത്തിലെ ആദ്യമായി മനുഷ്യനെ സ്പേസിലേക്ക് അയച്ചത് റഷ്യയാണ്. യൂറി ഗഗാറിനാണ് ലോകത്തിൽ ആദ്യമായിട്ട് സ്പേസിലേക്ക് യാത്ര ചെയ്തത്. 1990 കാലഘട്ടത്തിൽ ഇന്നത്തെ കസക്കിസ്ഥാന്, ജോർജിയ, കിർഗിസ്ഥാന്, തജിക്കിസ്ഥാൻ അങ്ങനത്തെ മധ്യ ഏഷ്യ രാജ്യങ്ങളെല്ലാം റഷ്യൻ്റെ കീഴിലായിരുന്നു. പിന്നെ 900 കാലഘട്ടത്തിൽ ഇതെല്ലാം പല രാജ്യങ്ങളെ സ്പ്ലിറ്റായി. പക്ഷെ എന്നിട്ടും ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് ഇപ്പോഴും റഷ്യ. ലോകത്തിലെ ഏറ്റവും വലിയ യൂണിയനാണ് നാറ്റോ യൂണിയൻ എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് പോലും സോവിയറ്റ് യൂണിയന്റെ മുന്നിൽ അടി പതറിയിട്ടേ ഉള്ളൂ ഈ അമേരിക്ക ആണെങ്കിലും യൂറോപ്പിനാണെങ്കിലും. ഇപ്പോഴും ഈ കാണുന്ന മോണുമെന്റ് റഷ്യയുടെ സാംസ്കാരിക ചരിത്രത്തിന്റെ പ്രതീകമാണ്. ജോസഫ് സ്റ്റാലിൻ സോവിയറ്റ് യൂണിയൻ ഭരിച്ചത് 29 വർഷക്കാലമാണ്. 1941 മുതൽ 1945 വരെ നടന്ന രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയെയും ഹിറ്റ്ലറെയും തോൽപ്പിച്ചത് സ്റ്റാലിന്റെ പടപ്പോരാളികളായിരുന്നു. അപ്പോൾ സ്റ്റാലിന്റെ കാലത്ത് സ്റ്റാലിന്റെ ഒരു പ്രൗഢി, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ, അല്ലെങ്കിൽ ഈ ഒരു സോവിയറ്റ് യൂണിയൻ ഈ രാജ്യത്തിന് എന്ത് കൊടുത്തു എന്നുള്ളതിന്റെ തെളിവാണ് നമ്മൾ ഈ കാണുന്ന ഈ ബിൽഡിങ്. അപ്പോൾ എല്ലാ സമയത്തും ഇവിടെ ഈ റെഡ് കളറിലാണ് ലൈറ്റ് ഉണ്ടാവുക. ഇതൊരു രക്തത്തിന്റെ കളറായിട്ടാണ് കാണുന്നത്. 1954 ഈ ഒരു ബിൽഡിംഗ് പണിയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലോകത്തിൽ ആദ്യമായിട്ട് സ്പേസിൽ പോയ ആള് യൂറി ഗഗാറിൻ റഷ്യക്കാരനാണ്. അതിനുശേഷമാണ് ഇന്ന് കാണുന്ന അമേരിക്കയും നാസയും എല്ലാം വന്നിട്ടുള്ളത്. അപ്പോൾ ലോകത്തിന്റെ എന്ത് കാര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും അതിൽ ഏറ്റവും വലിയ സംഭാവന കാഴ്ചവെച്ച ആളുകളാണ് റഷ്യക്കാർ.